നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ കൊളംബോയിൽ SSCയിൽ ആരംഭിക്കുകയാണ്. ആദ്യ മത്സരം ഗംഭീര വിജയം നേടിയതുകൊണ്ട് തന്നെ ടീം ഇന്ത്യ ഈ പരമ്പര തൂത്തുവാരാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ 2 ടീമിൻ്റെയും ടീം ന്യൂസ് ആദ്യം ഒന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും ശ്രീലങ്കക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. പരിക്കിൻ്റെ വിഷയങ്ങൾ അവർ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ടീമിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ആദ്യ ടെസ്റ്റിന് ശേഷം അവരുടെ ഇഞ്ചുറി കൺസേൺസ് ഒന്നുകൂടി വഷളായിരിക്കുകയാണ്. പത്തുൻ നിസാങ്കയും കുഷാൽ മെൻഡിസും പരിക്കിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്ന് മാത്രമല്ല, ചൻഡിമൽ ഇപ്പോൾ സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നു. കൺകഷൻ കാരണം പുറത്താണ്. ഓപ്പണിംഗ് ബാറ്റർ നിഷാൻ മധുഷ്കയും സ്പിന്നർ രമേഷ് മെൻഡിസും ഇപ്പോൾ പുറത്തായിട്ടുമുണ്ട്. അതിനർത്ഥം ടീമിൽ നല്ല മാറ്റമുണ്ടാകും. കേശാര നുവാന്ത അദ്ദേഹം ബോൾ കൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ മോശമില്ലാതെ കളിച്ചിട്ട് അദ്ദേഹം തുടരും. അതുപോലെ തന്നെ കമിൽ മിഷാര ഇതാ സ്ക്വാഡിലേക്ക് വരികയും ചെയ്യുന്നു. പിന്നെ പസിന്ധു സൂര്യബന്ധാര കഴിഞ്ഞ മത്സരത്തിൽ കൺകഷൻ ആയി ചണ്ഡിമൽ പുറത്തായപ്പോൾ പകരം ബാറ്റ് ചെയ്യാൻ വേണ്ടി 2ാം ഇന്നിങ്സിൽ വന്ന അദ്ദേഹമാണ്. പക്ഷേ ഡക്കായിട്ട് പോകുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സോ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും. അപ്പോൾ ശ്രീലങ്കയുടെ ഒരു പ്രോബിൾ 11 ഇങ്ങനെയാണ്: ലാഹിരു ഉദാര, കാമിൽ മിഷാര, ദെൻ കാമിൻഡു മെൻഡിസ്, ധനഞ്ജയ ഡി സിൽവ, സൊനാൽ ദിനൂഷ, പാസിൻഡി സൂര്യബന്ധാര, നിറോഷാൻ ഡിക്വെല്ല, കേശാര നുവാന്ത, പ്രഭാത് ജയസൂര്യ, അസിത ഫെർണാണ്ടോ, ലാഹിരു കുമാര. ഇതാണ് അവരുടെ ഒരു പ്രോബിൾ 11 ഉള്ളത്. അതേസമയം ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കുൽദീപ് യാദവ് തുടരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം വലിയ രൂപത്തിൽ സ്ക്രൂട്ടിനിക്കൊക്കെ വിധേയനാവുന്നുണ്ടെങ്കിലും ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഗൗതം ഗംഭീർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആവറേജ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്റ്റിൽ ജസ്റ്റ് ഓവർ 23 ആണെന്ന കാര്യം കൂടി നോക്കുക. അതിനർത്ഥം അദ്ദേഹത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സോ അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ 11 നോക്കുകയാണെങ്കിൽ KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ, ദേവദത്ത് പടിക്കൽ, ശുഭ്മൻ ഗില്ല്, ഋഷഭ് പന്ത്, ധ്രുവ് ജുറൽ, രവീന്ദ്ര ജഡേജ, മനോജ് സുതാർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ. സോ മാറ്റങ്ങളില്ലാതെ ടീം ഇന്ത്യ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പിച്ചിൻ്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ വെതർ, ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ വെതർ വലിയ രൂപത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവറേജ് 70 ഓവറുകളാണ് പെർ ഡേ അവിടെ എറിഞ്ഞത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററാണ്, വെതർ കുറച്ചുകൂടി ബെറ്ററാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഗാലയേക്കാൾ ബെറ്റർ ആയിരിക്കും. അതോടൊപ്പം തന്നെ പിച്ചിൻ്റെ കാര്യം കുറച്ചുകൂടി ഡ്രയർ ദാൻ ഗാലെ എന്നാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ കുറച്ചുകൂടി വരണ്ട പിച്ചിലാണ് കളി നടക്കുന്നത്. ഏതായാലും കാത്തിരിക്കാം മത്സരം എങ്ങനെയാവും എന്നറിയാൻ വേണ്ടി. നാളെ രാവിലെ 10 മണിക്കാണ് കളി ആരംഭിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.